പറയണം ഞാൻ ഇങ്ങനെ ഇത് ലാസ്റ്റ് ആയിട്ട് പറയണം. ഇനി വയനാട് ചുരം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കയറുകയാണെങ്കിൽ പിന്നെ നീ ചുരം തിരിച്ചിറങ്ങുക. നീ ഇനി ചുരം തിരിച്ചിറങ്ങുക. നീ നിന്റെ കുടുംബം കാണുക. നിന്റെ മക്കൾ നിന്നെ ചെലവിലും പറയും ഇതായിരുന്നു എന്റെ അച്ഛൻ, ഇതായിരുന്നു എന്റെ അച്ഛൻ എന്നൊക്കെ പറയിപ്പിക്കും. നമുക്ക് ആ രീതിയിൽ വെച്ചായിട്ട് കാണാം എന്തായാലും കേട്ടോ. നമ്മളും അതിന് തയ്യാറായി തന്നെയാ നിക്കുന്നത്. ഇനി അത്രക്ക് വലിയ വന്നവരാണ് കേറുന്ന നോക്കാം. കാണിച്ചു തരാം. ഇത്രയും കാലം കേറിയില്ലേന്ന് ഇനിയും കേറുന്നു. കഴിഞ്ഞ UDF ഭരണകാലഘട്ടങ്ങളിൽ UDF ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവരൊന്ന് ഒതുങ്ങിയതാണ്. കാരണം എന്ന് ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞൊരു ബ്ലേഡ് മാഫിയക്കാര് അന്നേരം ഈ സംഘങ്ങൾ കുറേ എണ്ണത്തിനെ പിടിച്ചു അവർ ഒതുങ്ങിയതായിരുന്നു. പക്ഷേ ഈ വർഷങ്ങളായിട്ട് ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയിൽ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതായത് കൂടിയിട്ടുണ്ട് എന്നർത്ഥം. ഇപ്പോൾ ദമ്പതികൾ മരണപ്പെട്ടു. ആ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന 2 ദമ്പതികൾ മരണപ്പെട്ടു ഇയാൾ ബ്ലേഡ് മാഫിയയുടെ കാരണം കൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ ഒതുക്കാൻ, ഇവർക്കെതിരെ കൈകാര്യം ചെയ്യാൻ നിയമ സംവിധാനങ്ങൾ ഇപ്പം നിലവിലില്ല. കാരണം നമ്മളും വൃത്തികേട് കൊണ്ടൊക്കെയാണ് ഇവരുടെ ഇതുപോലുള്ള ബ്ലേഡിൽ കൊണ്ടുപോയി തല വയ്ക്കുന്നത്. പെട്ടുപോകുള്ളൂ, നമ്മളെ സ്വപ്നങ്ങളൊക്കെ തകരുകയുള്ളൂ. ഒരാവശ്യത്തിന് വേണ്ടി കാശ് കൊടുത്തു കഴിഞ്ഞാൽ പോലും ഇവരെ എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയുക, അവർ ട്രാപ്പിൽ പെട്ടുപോവുകയാണ്. കൊള്ളപ്പലിശ ഇവർ കൂട്ടി പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഇവരുടെ കഴിവത് ഇവരിൽ നിന്ന് ഒഴിവായി നിൽക്കുക എന്നത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവരുടെ കയ്യിൽ പണം തന്നെയാണ് ഇവരുടെ ആയുധം. അതുകൊണ്ട് ഇവർ പല രീതിയിലും ഇത്തരം ആളുകളിൽ നിന്ന് ബ്ലേഡുകൾ കഴിവതും എടുക്കാതിരിക്കുക. കടം മേടിക്കുന്നതേ തെറ്റാണ്. കടം മേടിക്കുന്നത് തെറ്റ് നമ്മൾ നാശത്തിലേക്കാണ്. കടം അത്യാവശ്യം കൊണ്ട് കടം മേടിക്കും, പക്ഷേ കൂടുതൽ ഇവന്മാരോടൊന്നും എടുക്കരുത്, ഈ ബ്ലേഡുകാരോടൊന്നും എടുക്കരുത്. നിരവധി പേര് ഇതുപോലെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പല പ്രതിസന്ധികളിലൂടെ കേൾക്കുന്നവരുണ്ട്, ആക്രമണം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിവതും ഇവർ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. പിന്നെ എന്തെങ്കിലും അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പരാതിപ്പെടാനും മടിക്കരുത്.